ഹായ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം. നമ്മുടെ കുറേ ആൾക്കാർ ലിസ്റ്റിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ലിസ്റ്റിലില്ലാത്ത ആൾക്കാരൊന്നും വിഷമിക്കണ്ട, നമുക്ക് ഇനിയുള്ള ലിസ്റ്റുകളിലൊക്കെ വരാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രൂപം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നായിരുന്നു അല്ലേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രൂപം. അപ്പം കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പം കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾ എഴുതി. നമ്മൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആരെയാണ്? ജിത്തുവിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എഴുതിക്കോ, എക്സാമ്പിൾ എഴുതിക്കോ. ജിത്തു ഈസ് eating an apple. Jittu is eating an apple. അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ എഴുത്. ജിത്തു ആൻഡ് മനു ആർ ഈറ്റിംഗ് ആൻ ആപ്പിൾ. ജിത്തു ആൻഡ് മനു ആർ ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഓക്കെ, അടുത്ത് എഴുതിക്കോ. അഭിജിത്ത് അല്ലെങ്കിൽ അഭിജിത്ത് വിട്ട് ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഓക്കെ, അടുത്ത് എഴുത്. സ്റ്റുഡൻസ് ആർ ഈറ്റിംഗ് ആൻ ആപ്പിൾ. സ്റ്റുഡൻസ് ആർ ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഓക്കെ, നമ്മളിപ്പം മുന്നേ പറഞ്ഞ് നിർത്തിയതുപോലെ എല്ലാത്തിൻ്റെ അടിയിൽ വരച്ചിട്ട് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യും. സബ്ജക്റ്റ് ഏത്, വെർബ് ഏത്, ഒബ്ജക്റ്റ് ഏതെന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ കിട്ടിക്കാണും. സബ്ജക്റ്റ് ജിത്തു, സബ്ജക്റ്റ്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പഴയ ക്ലാസ് ഒന്ന് പോയി കണ്ടിട്ട് പറഞ്ഞേ, അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോം എഴുതാമല്ല. അപ്പോൾ എഴുതിക്കോ. സബ്ജക്റ്റ് പ്ലസ് അല്ലേ. ഇപ്പം ജിത്തു എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ്. ഇനി വെർബ് എഴുതിയില്ലേ. വെർബിന് മുന്നേ നമ്മളൊരു സംഭവം എഴുതിയില്ലേ, ഈസ്. ആദ്യത്തെ എക്സാമ്പിൾ ഈസ് എഴുതി, സെക്കൻഡ് ആർ എഴുതി, പിന്നെ മൂന്നാമത്തെ എക്സാമ്പിൾ ആം എഴുതി ഇല്ലേ. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം, അല്ലെങ്കിൽ ഈസ് ആം ആർ പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ്. ഇനി തൊട്ടടുത്ത് ഐ എൻ ജി എഴുതിയില്ലേ, അതായത് ജിത്തു ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഇപ്പം ഈറ്റിംഗ് എന്നാണ് എഴുതിയത്. അപ്പം വെർബിനെ നമ്മൾ വെറുതെ ഇട്ടല്ല, വെർബിൻ്റെ ഒപ്പം നമ്മൾ ആരെ കൂടെ ചേർത്തു, ഒരു ഐ എൻ ജി ഫോമിനെ കൂടെ നമ്മൾ വെർജ് ചെയ്തില്ലേ. അപ്പോൾ ഐ എൻ ജി ഫോം കൂടെ എഴുത്. അപ്പം വെർബ് പ്ലസ് ഐ എൻ ജി, അല്ലെങ്കിൽ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ എങ്ങനെ എഴുതിൻ്റെ രൂപം എഴുതി? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഫോം? ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ടെൻസിൻ്റെ രൂപം. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏതെഴുതാം? ഈസ് എഴുതാം. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതാം. സിംഗുലറും പ്ലൂറലൊക്കെ അറിയാമല്ല, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാത്തത്. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം എഴുതുക. അപ്പം ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ആം എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ഏതിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ? ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന നൗണിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രൂപം എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പം പറഞ്ഞ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ രൂപം സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പഠിക്കാൻ എളുപ്പമാണ്? പാസ്റ്റ് ടെൻസും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. സിമ്പിൾ പാസ്റ്റിൻ്റെ രൂപം എങ്ങനെ ആയിരിക്കും? നമ്മൾ ഡൂ ഡസ് ഉപയോഗിച്ചു, ബാക്കിയുള്ള ഡിഡാണ്. അതെടുത്ത് ഏതിൻ്റെ കൂടെ ചേർത്താൽ മതി, ഇതിൻ്റെ കൂടെ. ബാക്കി എല്ലാം സെയിമാണ്, ഘടന എല്ലാം സെയിമാണ്, കണ്ടൻറ്റും എല്ലാം സെയിമാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ പാസ്റ്റിൻ്റെ കൂടെ ഏതാണ് ബാക്കിയുള്ളത്? ഈസ് ആം ആർ വാസ് വെയർ ആണ് മിച്ചമുള്ളത്. ആ മിച്ചമുള്ള സാധനത്തിന് ഇതിൻ്റെ കൂടെ ചേർത്ത പാസ്റ്റ് രൂപം. ഇത്രേ ഉള്ളൂ പാസ്റ്റ് രൂപം. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക്
പാസ്റ്റ് പഠിക്കും. അപ്പോൾ പാസ്റ്റ് പഠിക്കുമ്പോഴത്തേക്കും കുറേ കൂടെ എന്ത് ചെയ്യും, ഈസി ആയിട്ട് തോന്നും. ഇനി നമുക്ക് അടുത്ത ടെൻസ് പഠിക്കാം. അടുത്ത ടെൻസ് ഇപ്പോൾ ഏതായിരിക്കും? സിമ്പിൾ പ്രസൻ്റ് ആയി, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി, അടുത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അത് നടന്നു കഴിഞ്ഞു, ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ, അതായത് ഇപ്പം കഴിഞ്ഞു, പക്ഷെ അത് പാസ്റ്റ് എന്ന് പറയാനും പറ്റില്ല. അതായത് ഇപ്പം എന്ത് പറയാം, മഴ പെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞു, ജസ്റ്റ് കംപ്ലീറ്റഡ്, ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ, എന്നാൽ അത് എന്തായിട്ടില്ല, പാസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ എഴുതിക്കൊള്ളാം, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിലും ഒന്നും കൂടെ എഴുതിക്കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫാമിലി ഹാവിൻ്റെ ഫാമിലിയാണ്. ഹാവിൻ്റെ ഫാമിലി ആരൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്. അപ്പം ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കും. പിന്നെ ഹാഡ് എന്ന് പറയുന്ന സാധനം ഏതിൻ്റെ കൂടെ? പാസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് പ്രസൻ്റ് എന്നും പാസ്റ്റ് എന്നും മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ രൂപത്തിലേക്ക് വരാം. രൂപത്തിലേക്ക് പറഞ്ഞതിന് മുന്നേ എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ എഴുതിക്കോ. ജിത്തു ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ. ജിത്തു ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ അപ്പോൾ ഏതായിരിക്കും? മനു ആൻഡ് ജിത്തു ഹാവ് ഈറ്റൻ ആൻ ആപ്പിൾ. മനു ആൻഡ് ജിത്തു ഹാവ് ഈറ്റൻ ആൻ ആപ്പിൾ. അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ എഴുതിക്കോ. ദേ ഹാവ് ഈറ്റൻ ആൻ ആപ്പിൾ. എല്ലാം ഈറ്റ് പറയണമ്പോൾ ഒരു സംശയം തോന്നാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു എക്സാമ്പിൾ പഠിക്കാം അല്ലേ? ഈറ്റ്, വേറെന്താണ്? ജമ്പ് ഇരിക്കട്ടെ, ജമ്പ്. ഒരു ആളെ പറയാം. സച്ചിൻ ഹാസ് ജംപ്ഡ് ഓവർ. സച്ചിൻ ഹാസ് ജംപ്ഡ് ഓവർ എ റിവർ. സച്ചിൻ റിവറിൻ്റെ മുകളിൽ കൂടെ ചാടി. ഓക്കെ, നമ്മൾ എഴുതിയല്ല. അപ്പം എഴുതിക്കോ. ജിത്തു എല്ലാത്തിൻ്റെ അടിയിൽ വരച്ചിട്ട് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റൊക്കെ മാർക്ക് ചെയ്യും. അപ്പോൾ സബ്ജക്റ്റ് ഏത്, വെർബ് ഏത്, ഒബ്ജക്റ്റ് ഏതെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ജിത്തു ആൻഡ് മനു, താഴത്തെ രണ്ടാമത്തേൽ ജിത്തു ആൻഡ് മനു, അല്ലെങ്കിൽ മനു ആൻഡ് ജിത്തു ആയിരിക്കും ഇവിടുത്തേത്. അടുത്തതിൽ ദേ ആയിരിക്കും സബ്ജക്റ്റ്. വെർബ് ഏത്, ഒബ്ജക്റ്റ് ഏതെന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ഫോമിലേക്ക് വരാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് അല്ലേ? നോക്കി എക്സാമ്പിൾ നോക്കി അറിയാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് വെർബ്. വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ജമ്പ് പ്ലസ് മൂന്നാമത്തെ രൂപം, അല്ലെങ്കിൽ ജമ്പ് പ്ലസ് മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് വെർബ് പ്ലസ് ഹാവ് ആണ് മൂന്നാമത്തെ രൂപം, ജമ്പ്ഡ്. ഇപ്പം ഈറ്റൺ നമ്മൾ അന്ന് കുറച്ച് എഴുതി, അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മൂന്നാമത്തെ രൂപം, വെർബിൻ്റെ വെർബിന് 3 രൂപങ്ങളുണ്ട്. 3 അല്ല, ബേസ് രൂപം കൂടെ ചേർത്ത് 4 രൂപങ്ങളുണ്ട്. ഈ ബേസ് രൂപത്തിൻ്റെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് V1, V2, V3 ഒക്കെ ഉണ്ടാവണത് ഇല്ലേ? ഞാൻ എന്നാൾ പറഞ്ഞു അല്ലേ? ഇപ്പം ബേസ് രൂപം എന്ന് പറയുന്ന ഒരു ജമ്പ് എന്ന് പറഞ്ഞ സാധനം ആ ജമ്പിൻ്റെ കൂടെ ഡൂ ചേരുമ്പോഴാണ് V1 ആവുന്നത്. ജമ്പ് തന്നെയാണ് ജമ്പിൻ്റെ കൂടെ. ഇനി ജമ്പിൻ്റെ കൂടെ അടുത്ത് V2 ചേരുമ്പോൾ, V2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൂ എന്ന് പറയും. അടുത്ത് V2 എന്ന് പറഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് തന്നെയാണ് V2. അത് ചേരുമ്പോഴാണ് ഇപ്പം ജമ്പിൻ്റെ കൂടെ V2 അല്ലെങ്കിൽ ജമ്പിൻ്റെ സെക്കൻഡ് രൂപം അല്ല, സോറി. ഓക്കെ, ഇനി വെർബിൻ്റെ രണ്ടാമത്തെ രൂപമുണ്ട്. ഇപ്പം ജമ്പ് തന്നെ എടുക്കുക. ജമ്പിൻ്റെ കൂടെ ഡിഡ് ഫോം ചേരുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാവണം? രണ്ടാമത്തെ രൂപം, അതായത് ജമ്പ്ഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. ഈറ്റിൻ്റെ കൂടെ ചേരുമ്പോൾ ഈറ്റ് എന്ന് പറയുന്ന ഒരു ബേസ് രൂപം, ആ ബേസ് രൂപത്തിൻ്റെ കൂടെ ഡിഡ് ചേരുമ്പോൾ ഈറ്റ് എന്ന് പറയുന്ന സാധനം ഏറ്റ് ആവും. ചെറിയൊരു വ്യത്യാസം വരും. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വെർബിൻ്റെ. ഇപ്പം റണ്ണിനാണെങ്കിൽ 3 വ്യത്യാസമില്ല. റണ്ണ് തന്നെയാണ്
അല്ല സോറി, റണ്ണ് വ്യത്യാസം വരും കേട്ടോ. റണ്ണ് റാന് റണ്ണെന്ന് വരും. ഇപ്പോൾ രണ്ടാമത്തെ രൂപം റാനാണ്. ഇനി വ്യത്യാസം വരാത്ത രണ്ട് സാധനങ്ങളുണ്ട്. പുട്ട് പുട്ട് പുട്ട്, കട്ട് കട്ട് കട്ട്. ഈ രണ്ട് വെർബിനും വ്യത്യാസം വരില്ല V1 V2 V3യിൽ. ഓക്കെ, അത് ആലോചിച്ച് വെച്ചിരുന്നാലും പുട്ട് പുട്ട് പുട്ട്, കട്ട് കട്ട് കട്ട്, ഇതിന് ഒരു വ്യത്യാസം വരില്ല. ഓക്കെ, റണ്ണിനൊക്കെ വ്യത്യാസം വരും. റണ്ണ് റാൻ റണ്ണെന്നാവും. ഓക്കെ, അപ്പോൾ അതാണ് V1 V2 V3. അപ്പം വെർബിൻ്റെ മൂന്നാമത്തെ രൂപം V3 ആണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ. ഇനി നമ്മളെ ഫോം ഇങ്ങനെ എഴുതി, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒരു കോളത്തിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 2-3 എക്സാമ്പിൾ അങ്ങ് പിടിപ്പിനി. അപ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആവും, ക്ലിയർ കട്ടാവും. പിന്നെ ഇത് നിങ്ങൾക്ക് മാറ്റാനും തേച്ചാലൊന്നും മായില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പരിഹരിക്കാം. അല്ലെങ്കിൽ നമ്മളെ നമ്പരാ എന്തെങ്കിലുമൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിളിക്കുക, ധൈര്യമായിട്ട് വിളിക്കുക, നമുക്കത് സെറ്റാക്കി പോവാം. ഓക്കെ, നമുക്ക് ഈ പ്രസൻറ്റ് ടെൻസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫോം പഠിക്കാം, ഏറ്റവും ലാസ്റ്റത്തെ ടെൻസ് പഠിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാം ഉണ്ട് അല്ലേ, പെർഫെക്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ എഴുതിക്കോ, ഫോം എഴുതിക്കോ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് കീറി മുറിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഫോം ഉണ്ടായെന്ന് മനസ്സിലാവും. അപ്പോൾ എക്സാമ്പിൾ എഴുതിക്കോ. ജിത്തു ഹാസ് ബീൻ ഈറ്റിംഗ് ആൻ ആപ്പിൾ. ജിത്തു ഹാസ് ബീൻ ഈറ്റിംഗ് ആൻ ആപ്പിൾ. മനു ആൻഡ് ജിത്തു have been eating an apple. Manu and Jittu have been eating an apple. മനു ജിത്തു ആപ്പിള് കഴിച്ചു. അല്ലെങ്കിൽ മുന്നേ എപ്പോഴോ തുടങ്ങി, അതിപ്പോഴും അത് അങ്ങനെയും കൂടെ എഴുതിക്കോട്ടെ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴോ തുടങ്ങി, അല്ലെങ്കിൽ പാസ്റ്റിലെപ്പോഴോ തുടങ്ങി, എന്നാൽ ഇപ്പോഴും പ്രസൻറ്റിലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മഴ ഇന്നലെ തുടങ്ങി, എന്നാൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇന്നലെ മഴ പെയ്തു തുടങ്ങി, അതായത് യെസ്റ്റർഡേ ദ റെയിൻ സ്റ്റാർട്ടഡ് ആൻഡ് ടുഡേ ഇറ്റ് ഹാസ് ബീൻ എന്തോന്ന് കണ്ടിന്യൂയിങ്. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടാവും. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ കയറി മുറിക്കാൻ പോവുകയാണ്. അത് സബ്ജക്റ്റ് പ്ലസ്. ഇനി നമ്മൾ തൊട്ടടുത്ത് എന്തെഴുതി, ഇനി അതിന് മുന്നേ നമ്മൾ ഈ ടെൻസിൻ്റെ പേര് പറ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ് അല്ലേ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലെ സബ്ജക്റ്റ് എഴുതി. ഇനി അടുത്ത് വരുന്നത് ഏതാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണല്ലേ, പെർഫെക്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിനെ കുറിക്കുന്ന ഫാമിലി ഏതാണ്ട് ഹാസ് ഓർ ഹാവ് ആണല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ ഉപയോഗിക്കുന്നത് ഹാസ് ഓർ ഹാവ് അല്ലേ. അപ്പം നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് ഓർ ഹാവ് എഴുതണോ? എഴുതാം അല്ലേ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ്. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഹാസ് ഓർ ഹാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വെർബിൻ്റെ V3 വരണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് വെർബിൻ്റെ V3 ആണ് വന്നത് കഴിഞ്ഞ ടെൻസ്, നേരത്തെ പറഞ്ഞ ടെൻസിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതേപോലെ വരണം അല്ലേ. അതായത് ഹാസ് ഹാവും കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വരണം. അപ്പോൾ അത് പരിഹരിക്കാനാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്, ബി എന്ന് പറയുന്ന ഒരു ബേസ് രൂപം എടുക്കും. ആ ബിയുടെ മൂന്നാമത്തെ രൂപം എടുക്കും, അതാണ് ബീൻ. ബിയുടെ മൂന്നാമത്തെ രൂപമാണ് ബീൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ നോക്ക്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ എന്ന് പറയുന്ന സാധനം വന്നത്. പിന്നെ ടെൻസിൻ്റെ പേര് പറ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം പെർഫെക്റ്റ് ആയി. ഇനി അടുത്ത് കണ്ടിന്യൂസ് രൂപം. അപ്പോൾ കണ്ടിന്യൂസിനെ കുറിക്കാനാണ് ING ഫോം ഉപയോഗിക്കുന്നത്. റൈനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ING വന്നാൽ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാം, അതിപ്പോഴേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഹാസ് ഹാവ് കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വരണം. ആ മൂന്നാമത്തെ രൂപം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീൻ എന്ന് പറയുന്ന സാധനം എഴുതുന്നത്. അല്ലെങ്കിൽ ഈ ഫോമുകളെല്ലാം കംപ്ലീറ്റ് തെറ്റാവും. നമ്മൾ ഈ പറയുന്ന ഇതാണ് റൂള്. ഇപ്പോൾ മാത്സിൽ നമ്മൾ പറയില്ലേ A² + B² എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്ക്വയറുകളൊക്കെ ചേർന്നാലേ നമ്മൾ ഇംഗ്ലീഷിലും കറക്റ്റ് ആവും.
അപ്പോൾ അതുകൊണ്ടാണ് ഹാസും ഹാവും കഴിഞ്ഞാൽ ബീൻ എന്ന് പറയുന്ന മൂന്നാമത്തെ രൂപം നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ബീൻ പ്ലസ് ഇനി നമുക്ക് ഏത് എഴുതാം? കണ്ടിന്യൂസിൻ്റെ ഐ എൻ ജി ഫോം ഓഫ് വെർബിൻ്റെ ഐ എൻ ജി ഫോം ഓഫ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് ഏത് ടെൻസ് എന്ന് പറയുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫോം എഴുത്. ഇതെല്ലാം കാണാതെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ കുറച്ച് പാടായിട്ടൊക്കെ ചിലപ്പം തോന്നാം, ചില ആൾക്കാരൊക്കെ തോന്നാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ഒന്നുകൂടെ പറ. സിമ്പിൾ പ്രസൻറ്റ് ഡു ഫാമിലിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് അല്ലെങ്കിൽ ഡു ഓർ ഡസ് പ്ലസ് ഒബ്ജക്റ്റ്. സെക്കൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഐ എൻ ജി ഫോം വേണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈസ് ആം ആർ കഴിഞ്ഞിട്ടാണ് ഐ എൻ ജി ഫോം ഉപയോഗിക്കേണ്ടത്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി മൂന്നാമത്തത് പറ. പ്രസൻറ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റിൻ്റെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ എഴുതി? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും നമ്മൾ ഏത് കഴിഞ്ഞു? ഈ ടെൻസ്, അതായത് പ്രസൻറ്റ് ടെൻസ് എല്ലാം കഴിഞ്ഞു. ഇനി പാസ്റ്റും ഫ്യൂച്ചറും. ഫ്യൂച്ചറാണ് കുറച്ചൊരു വ്യത്യാസമുള്ളത് കേട്ടോ. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ചൊരു വ്യത്യാസമുള്ളത് ഫ്യൂച്ചർ ടെൻസാണ്. അത് കുഴപ്പമില്ല, നമുക്ക് അത് പഠിക്കാം. ഫ്യൂച്ചറിൽ ഫുള്ള് വില്ലിൻ്റെ കളിയാണ്. വില്ലും വുഡും ക്യാൻ ഫുഡിൻ്റെ മോഡൽ ഓക്സിലറി കളിയാണ്, അത് പഠിക്കാം. പ്രസൻറ്റ് ഇത് പാസ്റ്റ് ടെൻസ് വളരെ എളുപ്പം, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. നമ്മൾ ഈ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയാം. ടെൻസ് പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ള ഈ ഗ്രാമർ പോർഷനൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ഈ നിങ്ങൾക്കൊക്കെ മുന്നേ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടാവാം ഈ കാര്യങ്ങളൊക്കെ. എന്നാലും പഠിക്കാത്ത ആൾക്കാർ ഇത് ഒന്നുകൂടെ നല്ല തറവായിട്ട് പഠിക്കണം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഗ്രാമറിൻ്റെ പോർഷനൊക്കെ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിച്ചു.